മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയെ വിളിച്ച് തൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സ്റ്റാൻലി. എത്രയൊക്കെ പറഞ്ഞിട്ടും തൻ്റെ മകൾ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വിഷമത്തോടെ സ്റ്റാൻലി പറയുന്നുണ്ട്. നീ ആരാണെന്ന് മനസ്സിലാക്കാതിരുന്ന ഒരാളാണ്. നീ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ എനിക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ഒരാളോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റൊന്നും തന്നെ ഞാൻ ചിന്തിച്ചിരുന്നില്ല അലീന. നിന്നെ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന തീരുമാനമെടുക്കുകയായിരുന്നു. നിന്നേക്കാളേറെ ഞാൻ ആ ബാലചന്ദ്രൻ എന്ന മനുഷ്യനെ മനസ്സിലാക്കുകയായിരുന്നു. തൻ്റെ അവസ്ഥയെക്കുറിച്ചും അലീന തൻ്റെ പപ്പയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പപ്പയ്ക്ക് തൻ്റെ അവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. എല്ലാവർക്കും അവരവരുടേതായ വാശികൾ മാത്രമാണ്. തനിക്കുമുണ്ടല്ലോ ഒരു ജീവിതം, അതിങ്ങനെ എല്ലാവരും കൂടി തട്ടിക്കളിക്കുകയാണല്ലോ എന്നാലോചിച്ച് അലീനയ്ക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അലീന ഉടനെ തന്നെ പറയുകയാണ്, എനിക്ക് ആരുടെ കൂടെ വരണമെന്നും ആരുടെ കൂടെ നിൽക്കണമെന്നും താല്പര്യമില്ല. എനിക്ക് എൻ്റേതായ രീതിയിൽ എവിടെയെങ്കിലും നിന്നാൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. പപ്പയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണമെന്നൊക്കെ അലീന പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ഇനി ഒരിക്കലും നിന്നെ തട്ടിക്കളയാനോ തള്ളിക്കളയാനോ നിൽക്കുന്നില്ല അലീന. നീ ഇനി എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് ഇനി എൻ്റെ തീരുമാനമെന്ന് പറയുമ്പോൾ അലീന വല്ലാത്തൊരു ഞെട്ടല് തോന്നുകയാണ്. കാരണം അലീന അങ്ങനെ ഒരാഗ്രഹം, അങ്ങനെ ഒരു ചിന്ത പോലും അലീനയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ തൻ്റെ സഹോദരിമാരും സഹോദരനും ഒക്കെ തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന സമയത്ത് അവരിൽ നിന്നും മാറി നിൽക്കുന്നത് തന്നെ അലീനയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അമ്മ എന്നൊരു ചിന്ത അലീനയിൽ ഇപ്പോൾ ഇല്ല താനും. പക്ഷേ പപ്പ ഇത്രയൊക്കെ പറയുമ്പോൾ താൻ എന്ത് ചെയ്യണമെന്ന് അലീനയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരാലും നിഷേധിക്കപ്പെട്ടവളാണ് ഞാൻ. ആ എന്നെ എന്തിനാണ് ഇങ്ങനെ പൊത്തിപ്പിടിക്കാൻ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും വേണ്ട സമയത്ത്, എല്ലാവരുടെയും സ്നേഹവും ലാളനയും കിട്ടേണ്ട സമയത്ത് അതൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. എല്ലാത്തിനും പകരം എനിക്ക് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനായിട്ടും അമ്മയായിട്ടും. അയാളുടെ കയ്യിൽ നിന്നും എനിക്ക് ആവശ്യത്തിലേറെ കിട്ടിയിരുന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത സമയത്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ എന്നെ തേടി വരുന്നത്. പപ്പയ്ക്കെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് അലീന ചോദിക്കുമ്പോഴും പപ്പ തൻ്റേതായ ന്യായത്തിൽ തന്നെ പിടിച്ചു നിൽക്കുകയായിരുന്നു. അവസാനം അലീന പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ തീരുമാനം തന്നെ നടക്കട്ടെ. ഞാൻ എന്തായാലും നാളെ ഇവിടെ റെഡിയായി നിന്നോളാം. പപ്പ വരികയാണെങ്കിൽ ഞാൻ കൂടെ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കൊണ്ടുപോയി ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ട്. അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ബാലചന്ദ്രൻ്റെ മുഖത്ത് പോലും നോക്കാതെ അവൾ ബാലചന്ദ്രന് നേരെ ആ ഫോൺ നീട്ടി. ബാലചന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണിൽ നിന്നും അടർന്നു വീഴാറായി നിൽക്കുന്ന ആ കണ്ണുനീർ തുള്ളികൾ ബാലചന്ദ്രൻ കണ്ടു. ആ കണ്ണുനീരിന് കാരണക്കാരൻ താനാണല്ലോ എന്ന കുറ്റബോധം ബാലചന്ദ്രന് വല്ലാതെയായി. അല്ലെങ്കിലേ ബാലചന്ദ്രന് ആ ചിന്ത തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. വല്ലാത്ത അസ്വസ്ഥത ബാലചന്ദ്രന് തോന്നി. ഫോണിൽ നിന്നും സ്റ്റാൻലിയുടെ ശബ്ദമുയർന്നു. ഹലോ, ഫോൺ കോള് കട്ടായോ? ആരും കേൾക്കുന്നില്ലേ എന്നൊക്കെ അപ്പുറത്ത് നിന്നും സ്റ്റാൻലിയുടെ ശബ്ദം കേട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് ആ ഫോൺ എടുത്ത് ചെവിട്ടിലേക്ക് വെച്ചു. സ്റ്റാൻലി ഉടനെ തന്നെ പറയുകയാണ്, ബാലചന്ദ്ര, ഞാൻ അലീനയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ എൻ്റെ കൂടെ വരാമെന്ന് അവൾ സമ്മതിച്ചു. ബാലചന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു. എന്തായാലും വന്നോളാനും കൂടെ വരാൻ തയ്യാറാണെന്നൊക്കെ ആള് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കോള് കട്ട് ചെയ്യാണ്. ബാലചന്ദ്രന് എന്ത് തിരിച്ച് പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായി. അലീനയോട് ചെന്ന് എന്ത് ചോദിക്കണമെന്ന് പോലും ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വല്ലാതെ മനസ്സ് വിഷമിച്ചു പോയി ബാലചന്ദ്രൻ്റെ. എങ്കിലും അലീനയ്ക്ക് മുമ്പിലേക്ക് ചെല്ലാൻ തന്നെ ബാലചന്ദ്രൻ തീരുമാനിക്കുകയാണ്. ബാലചന്ദ്രൻ അകത്തേക്ക് കയറി കിച്ചണിലേക്കാണ് ആദ്യം ചെന്നത്. അവിടെയാണല്ലോ അവളുടെ താവളം. അവിടെ എല്ലായിടത്തും നോക്കിയിട്ടും അലീനയെ കാണുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അലീനയുടെ മുറിയിലേക്കും ബബിതയുടെയും കൃഷ്ണമോളുടെയൊക്കെ മുറിയിലേക്ക് എത്തിച്ചു നോക്കിയിട്ടും അവിടെ ഒന്നും കാണുന്നില്ല. ബാലചന്ദ്രൻ മുകളിൽ എന്തെങ്കിലും തുണിയോ മറ്റോ വിരിക്കാനായി പോയി കാണുമെന്ന് കരുതി
തിരിച്ച് സ്റ്റെയർ കയറാൻ നിൽക്കുന്ന സമയത്തായിരുന്നു മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും പതുക്കെയുള്ള ആ സംസാരം ബാലചന്ദ്രൻ കേൾക്കുന്നത്. പതിയെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടക്കുകയായിരുന്നു ബാലചന്ദ്രൻ. അകത്തു നിന്നും കേട്ട സംഭാഷണങ്ങൾ ബാലചന്ദ്രന് പെട്ടെന്ന് തോന്നി താൻ അകത്തേക്ക് കയറി ചെല്ലണ്ട എന്ന്. അലീന മുത്തശ്ശിയോട് പറയുകയാണ്, ഞാൻ നാളെ തിരിച്ചു പോവാണ് കേട്ടോ മുത്തശ്ശി. ഒരുപക്ഷെ നാളെ യാത്ര പറയാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതിരാവിലെ തന്നെ ഞാൻ പോകും. മുത്തശ്ശിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ മറ്റേ ഇവിടെയുള്ള ആ ചേച്ചി ചെയ്തു തന്നോളും. മുത്തശ്ശി എന്ത് വേണമെങ്കിലും അച്ഛനോടും അമ്മയോടും പറയാതിരിക്കരുത് കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ എല്ലാം കണ്ടറിഞ്ഞ് എല്ലാവരും ചെയ്യണമെന്നില്ല. അവർക്കൊക്കെ മറ്റൊരുപാട് കാര്യങ്ങളുള്ളതാ. എൻ്റെ കാര്യങ്ങൾ നിങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക എന്ന് മാത്രമായിരുന്നു എന്നൊക്കെ അലീന വളരെ വിഷമത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിന്നെ കൊണ്ടുപോവാനായിട്ട് അന്നത്തെ പോലെ ആ സ്റ്റാൻലി എന്ന് പറയുന്നവൻ ഇവിടെ വരുമോ എന്ന്. അപ്പോൾ അലീന അതെ എന്ന് പറയും. അത് കേട്ട് മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നുണ്ട്, അവൻ എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് വേണം ബാലചന്ദ്രൻ ചെന്ന് വിളിച്ചപ്പോഴേക്കും ഇവിടേക്ക് വരാനും നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനും ഒക്കെ എന്ന്. അപ്പോൾ അലീന പറയാണ്, അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സല്ലേ മുത്തശ്ശി. അല്ലെങ്കിൽ അന്നേ എന്നെ കൈയൊഴിയായിരുന്നല്ലോ. അച്ഛൻ ചെന്ന് ഞാൻ എന്നൊരാൾ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കിനി അങ്ങനെ ഒരു മകളൊന്നും വേണ്ട, ഞാൻ അങ്ങനെ ഒരാളെ സ്വീകരിക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ലേ മനുഷ്യപ്പറ്റില്ലായ്മ എന്ന സ്ഥാനത്ത് പറഞ്ഞപ്പോഴേക്കും തൻ്റെ ഭാര്യയോട് പറയുകയും അവരുടെ സമ്മതം മേടിക്കുകയും എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ തയ്യാറാവുകയും ചെയ്തതല്ലേ വലിയ കാര്യം. മുത്തശ്ശിയൊക്കെ ഇപ്പോഴും അങ്ങനെ നല്ല വശങ്ങളല്ലേ ചിന്തിക്കുന്നത്? അന്ന് അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റാനുണ്ടായ കാരണങ്ങളൊക്കെ മുത്തശ്ശി എപ്പോഴെങ്കിലും അറിയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ അത് തെറ്റാണെന്ന് തന്നെ സമ്മതിച്ചു തരണം മുത്തശ്ശി. ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും തെറ്റുകൾ സംഭവിച്ചത് അമ്മയുടെ ഭാഗത്ത് തന്നെയായിരുന്നു. അത് മുത്തശ്ശി എപ്പോഴെങ്കിലും അറിയാൻ ശ്രമിക്കണം. അലീനയുടെ വാക്കുകൾ കേട്ട് മുത്തശ്ശിക്കും വിഷമം തോന്നുകയാണ്. ശരിയാണ് അലീന പറഞ്ഞത്. താൻ ഒരിക്കലും ഇതൊക്കെ സത്യമാണോ എന്നൊന്നും അറിയാൻ ആരോടും ചോദിച്ചറിയാനൊന്നും നിന്നിട്ടില്ല. മുത്തശ്ശി വീണ്ടും പറയുകയാണ്, ഈ ബാലചന്ദ്രനാണ് ഈ സ്റ്റാൻലിയെ വെറുതെ കുത്തിപ്പൊക്കി ഇങ്ങനെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഒരിക്കലും വരില്ലായിരുന്നു നിന്നെ അന്വേഷിച്ച്. അയാൾ എങ്ങനെ അറിയാനാ നീ എന്നൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്? ഈ ബാലചന്ദ്രൻ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ സമയത്ത് വൈജയോട് തോന്നിയ ദേഷ്യത്തിൻ്റെ പുറത്ത് ഇയാളെ തപ്പിപ്പോവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ മുത്തശ്ശി വീണ്ടും പറയുന്നത് കേട്ട് അലീന പറയുന്നുണ്ട്. മുത്തശ്ശി വീണ്ടും അച്ഛനെയായോ കുറ്റം പറയേണ്ടത്? അച്ഛൻ എന്ത് ചെയ്തെന്നാ മുത്തശ്ശി പറയുന്നത്? അച്ഛൻ ഇപ്പോഴും അമ്മയെ സ്വീകരിച്ചതാണോ അച്ഛൻ ചെയ്ത തെറ്റ്? അമ്മയെ തള്ളി പറയാത്തതാണോ അച്ഛൻ ചെയ്ത തെറ്റ്? അച്ഛന് നിങ്ങളെയൊക്കെ നാണം കെടുത്താൻ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു മുത്തശ്ശി. ദൈവത്തെ ഓർത്ത് മുത്തശ്ശി ഇനിയെങ്കിലും അവസ്ഥകൾ മനസ്സിലാക്കി സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നേരം മുത്തശ്ശി അലീനയുടെ കൈക്ക് കയറി പിടിക്കുകയാണ്. മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? നിനക്ക് ഈ ഭൂമിയിലേക്ക് വരാൻ അവസരം നൽകിയ നിന്റെ അച്ഛനെയാണോ അതോ ഇവിടെ വളർത്തച്ഛനായിട്ട് നിനക്ക് സംരക്ഷണം തന്ന ബാലചന്ദ്രനെയാണോ എന്ന് അലീന ചെറുപുഞ്ചിരിയോടെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. മുത്തശ്ശിയോട് അലീന അടുത്ത ചോദ്യം ചോദിച്ചു, അല്ല മുത്തശ്ശി അപ്പോൾ ഇതിനിടയിൽ ഒരാളെ വിട്ടുകളഞ്ഞു, എന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ച ഒരമ്മയില്ലേ, ആ അമ്മയെ അതെന്താ മുത്തശ്ശി എന്നോട് ചോദിക്കാതിരുന്നത്? മുത്തശ്ശി അപ്പോൾ അവളോട് പറയുകയാണ്, ഇതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നത്. നിന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ചു എന്ന് നീ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എത്രയൊക്കെ അവളെ നീ കുറ്റപ്പെടുത്തിയാലും ആ കാര്യത്തിൽ ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ല അലീനെ. കാരണം വൈജ നീ എന്ന മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞത് ഇപ്പോൾ മാത്രമായിരുന്നു. അവളല്ല നിന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ചത്. അവൾക്ക് എല്ലാവരും വാക്ക് കൊടുത്തിട്ടാണ് അവളെ പ്രസവമുറിയിലേക്ക് കയറ്റിയത്. നിന്റെ കുഞ്ഞിനെ നിനക്ക് വളർത്താമെന്ന വാക്ക്. ആ വാക്കിൻ്റെ പുറത്താണ് അവള് അവർക്കൊപ്പം അവളുടെ അച്ഛൻ്റെയും അമ്മാവൻ്റെയും ഒപ്പം അവിടേക്ക് പോയതും.
പക്ഷെ അവരാണ് അവളെ ചതിച്ചത്. അറിയില്ല മുത്തശ്ശി, ആ കഥകളെക്കുറിച്ചൊന്നും ഞാൻ ആരോടും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാനോ അറിയാനോ നിന്നിട്ടില്ല. ഇനിയിപ്പോൾ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ മുത്തശ്ശിയോട്. ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വില കൽപ്പിക്കുന്നത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന എനിക്ക് സ്വന്തമാവാതെ പോയ എൻ്റെ അച്ഛനെ മാത്രമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മുത്തശ്ശി ഈ പറഞ്ഞ എനിക്ക് ജന്മം നൽകിയ അച്ഛനും എന്നെ പ്രസവിച്ച അമ്മയുമൊക്കെ. പുറത്തുനിന്ന് ഇതെല്ലാം കേട്ട ബാലചന്ദ്രന് ഇനി ഒന്നും തന്നെ അലീനയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാത്തിനും, തനിക്ക് ചോദിക്കാനുള്ളതിനെല്ലാത്തിനും ഉത്തരം അവളുടെ ആ വാക്കിൽ നിന്നുണ്ടായിരുന്നു. താൻ ചെയ്തതെല്ലാം നല്ലതാണെന്ന ചിന്ത തന്നെയായിരുന്നു അവൾക്കെന്ന് ബാലചന്ദ്രൻ ഉറപ്പായിരുന്നു. പക്ഷേ അലീനയെ നേരിട്ട് കാണണമെന്നും അലീനയോടത് നേരിട്ട് ചോദിക്കണമെന്നും ബാലചന്ദ്രന് തോന്നി. ബാലചന്ദ്രൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അലീനയും മുത്തശ്ശിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനെ കണ്ടതും അലീന അവിടെ നിന്നും എഴുന്നേറ്റു. മുത്തശ്ശിയുടെയും അലീനയുടെയും അരികിലേക്ക് ബാലചന്ദ്രൻ നടന്നു ചെന്നുകൊണ്ട് അലീനയോട് ചോദിക്കുകയാണ്, അലീനയ്ക്ക് അല്പം പോലും ഈ അച്ഛനോട് വെറുപ്പ് തോന്നുന്നില്ലേ? കാരണം മനസമാധാനം എന്തെന്ന് ഇത്രയും നാളുമായിട്ടും നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഈ വീട്ടിൽ വന്നതിന് ശേഷം. എന്നാൽ ഇപ്പോഴാണ് നീ അതൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അതേ സമയത്ത് തന്നെ ഞാൻ ഒരാളെ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയും അയാളുടെ തലയിൽ വേണ്ടാവെറുക്കനെ നിന്നെ കെട്ടിവെക്കുകയും പിന്നെ എനിക്കൊരാവശ്യം വന്നപ്പോൾ നിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അവിടെയോ ഇവിടെയോ എന്ന രീതിയിൽ നിനക്ക് നിൽക്കാൻ ഒരു അവസരം പോലും നൽകാതെ നിന്നിപ്പോൾ എല്ലാവരും കൂടി അവിടേക്കും ഇവിടേക്കും ഒക്കെ തട്ടിക്കളിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ അലീനെ? എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അതിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അച്ഛാ. എല്ലാവരും ജീവിക്കുന്നത് അവരവർക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. അച്ഛന് ഒരു സന്തോഷമുണ്ടാവുന്ന നിമിഷത്തിൽ ഞാൻ വേണമെന്ന് തോന്നുമ്പോൾ അച്ഛൻ എന്നെ വിളിക്കാം. അതേപോലെ തന്നെയാണല്ലോ ഇപ്പോൾ സ്റ്റാൻലി എന്ന് പറയുന്ന എൻ്റെ പപ്പയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം വേണമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന ആഗ്രഹവുമായും അച്ഛനെ വിളിച്ചു. അച്ഛൻ എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞൊഴിയാൻ നോക്കി. അത് നിന്നോട് ആര് പറഞ്ഞു? അതൊക്കെ പറഞ്ഞു ബാലചന്ദ്രൻ. നിന്റെ സമ്മതമില്ലാതെ ബാലചന്ദ്രന്റെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞതെന്ന് പപ്പയ്ക്ക് അപ്പോഴേ മനസ്സിലായി. പപ്പ അത് എന്നോട് പറയുകയും ചെയ്തു. എന്തായാലും ഇതൊന്നും ആലോചിച്ച് ഇനി അച്ഛൻ വിഷമിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്തായാലും പോയി കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് തന്നെ വരാം. അച്ഛനും മുൻപ് ആഗ്രഹിച്ചത് അത് തന്നെയാണല്ലോ. എവിടെയായിരുന്നാലും മനസ്സമാധാനം ഉണ്ടായാൽ മതി എന്ന് മാത്രമാണ് അച്ഛ ഞാൻ ചിന്തിക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ പേര് പറഞ്ഞ് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നത് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ പേടിയാണ്. അത്രയ്ക്കൊക്കെ ഇവിടെ നടന്നു കൂട്ടിയതല്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അലീനയുടെ വാക്കുകൾ കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അലീനെ, ഞാൻ ഒരിക്കൽ കൂടി സ്റ്റാൻലിയെ വിളിച്ച് സംസാരിക്കാം. നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. ഇവിടെ അതിലും വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന്. ഇവിടെ എന്താച്ചാ വേറെ പ്രശ്നം? വേണ്ട, എന്തായാലും ഞാൻ പറഞ്ഞതല്ലേ, വന്നോളെ, വന്ന് കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല അച്ഛാ. കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ തിരിച്ച് വന്നോളാന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നീ അറിയാത്ത ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് അലീന. ഞാൻ അറിയാത്ത പ്രശ്നം? അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവിടെ നിന്റെ മുത്തശ്ശിക്കും അറിയാം അതിനെക്കുറിച്ച്. എന്തായാലും നീ എൻ്റെ കൂടെ അപ്പുറത്തേക്ക് വാ, ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡോർ കടന്ന് വരികയായിരുന്നു വൈജ. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ വൈജ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ വൈജ അലീനയോട് സംസാരിക്കണമെന്ന മനസ്സിൽ ഉറപ്പിച്ച് തന്നെയായിരുന്നു വൈജ വന്നത്. പക്ഷേ ബാലചന്ദ്രൻ ആ സമയത്ത് വീട്ടിലുണ്ടാവുമെന്ന് വൈജ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എത്ര തന്നെ ആയാലും ആ സമയത്തെല്ലാം ബാലചന്ദ്രൻ ഷോപ്പിലുണ്ടാവേണ്ട സമയമായിരുന്നു. ആരൊക്കെ തടുത്താലും തനിക്ക് പറയാനുള്ളത് ഇന്നെങ്കിലും താൻ അലീനയോട് പറയുമെന്ന് വൈജ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ബാലചന്ദ്രനെ കണ്ടതോടെ വൈജയുടെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന പോലെ തോന്നി. ഇനി അഥവാ താൻ വാശി പിടിച്ച്
അലീനയോട് സംസാരിക്കാൻ നിന്നാൽ ബാലചന്ദ്രൻ തന്നോടുള്ള വാശിപ്പുറത്ത് അലീനയെ ഇവിടെ നിന്നും മാറ്റും. പിന്നെ തനിക്ക് മിണ്ടുന്നത് പോയിട്ട് അലീനയെ കാണാൻ പോലും സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുമെന്ന് വൈജയ്ക്ക് നല്ല ബോധമുണ്ടായിരുന്നു. വൈജയുടെ മനസ്സിലേക്ക് അപ്പോഴാണ് ആ ചിന്ത കടന്നു കയറിയത്. അലീനയും ബാലചന്ദ്രനും തൻ്റെ അമ്മയുടെ മുറിയിൽ നിന്നുമാണല്ലോ ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്. എന്തായിരുന്നു അമ്മയോട് അവര് സംസാരിച്ചിരുന്നതെന്ന് വൈജയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. വൈജ പെട്ടെന്ന് തന്നെ അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മയോട് വൈജ ചോദിക്കാണ്, എന്തായിരുന്നു അമ്മേ ഇവിടെ 3 പേരും തമ്മിലൊരു ഗൂഢാലോചന? ആ, ഗൂഢാലോചന തന്നെയായിരുന്നു. നിന്നെ എങ്ങനെ ഒരു ബോംബിട്ട് തകർക്കാമെന്ന ഗൂഢാലോചന എന്ന് മുത്തശ്ശിയും വൈജയോട് കളിയാക്കിക്കൊണ്ട് പറയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ കാര്യത്തിൽ തന്നെ ചോദിച്ചതാ, അമ്മയുടെ തമാശയൊന്നും കേൾക്കാൻ ചോദിച്ചതല്ല എന്ന്. അപ്പോൾ വൈജയോട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ഗൂഢാലോചന? അവര് രണ്ടാളും എന്നോട് നാളെ അലീന പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നതാണ്. അലീന പോകുന്നെന്നോ? എവിടേക്ക്? എന്തിന്? എന്തിനാണ് ഏതിനാണെന്നൊക്കെ നീ തന്നെ ചോദിക്ക്. അല്ലമ്മേ, ഞാൻ അന്ന് അമ്മയോട് ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിരുന്നില്ലേ, ബാലചന്ദ്രനോട് അലീനയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന്. അമ്മ അതെന്തെങ്കിലും ബാലചന്ദ്രനോട് സംസാരിച്ചിരുന്നോ? ഞാൻ അതൊക്കെ ബാലചന്ദ്രനോട് സംസാരിച്ചത് തന്നെയാണ്. ബാലചന്ദ്രൻ സംസാരിക്കാമെന്നും എന്നോട് പറഞ്ഞതുമാണ്. പക്ഷേ ഇതിപ്പോ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. വൈജയ്ക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ വൈജ ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യങ്ങള്? എന്താ പുതിയ പ്രശ്നം? ഇവിടെ എന്നും പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. ഞാനായിട്ട് എന്തായാലും ഒരു പ്രശ്നത്തിനും നിൽക്കുന്നില്ലെന്ന് വൈജ പറയുന്നത് കേട്ട് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് വൈജയോട് പറയാണ്, അത് ശരിയാ, ഇനിയിപ്പോ നീയായിട്ട് ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? എല്ലാത്തിൻ്റെയും പ്രശ്നക്കാരി നീ തന്നെ ആയിരുന്നല്ലോ. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ തീർന്നോ അവിടുന്ന് കാര്യങ്ങള്? വേറൊന്നുമല്ല വൈജയ്, നാളെ അലീന സ്റ്റാൻലിയുമായിട്ട് ഇവിടെ നിന്ന് പോവുകയാണെന്ന്, സ്റ്റാൻലിയുടെ വീട്ടിലേക്ക്. അതാണ് പറഞ്ഞു വന്നത്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇനി എന്തിനാ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് അലീന പോകുന്നത്? ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ തന്നെയല്ലേ ഇവിടെ നിന്നത്? ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനും ശല്യപ്പെടുത്താനും ഒന്നും നിന്നിട്ടില്ലല്ലോ. അതായിരുന്നില്ലേ ബാലചന്ദ്രന്റെ വ്യവസ്ഥ. അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. പിന്നെ എന്തിനാണ് അലീനയെ വീണ്ടും ഇവിടെ നിന്ന് ഒരു പറിച്ചു നടല്? ഈ ബാലചന്ദ്രൻ പറയുന്നതിനൊക്കെ തുള്ളാൻ നിന്നിട്ടാണ് അവളെ ഇങ്ങനെ തട്ടിക്കളിക്കാൻ നിൽക്കുന്നതെന്ന് വൈജ വളരെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതൊക്കെ പറയാൻ നിനക്കെന്താണ് അവകാശം? അവളെ ബാലചന്ദ്രൻ പറയുന്നത് മാത്രമേ അനുസരിക്കുള്ളൂ എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ബാലചന്ദ്രന് ഒരു കളിപ്പാവ പോലെയാണ് ഇപ്പോൾ അലീന. അതിന് അവൾ എന്തിനാണ് നിന്നു കൊടുക്കുന്നത്? അവളെ സംരക്ഷിക്കാൻ ഞാനുണ്ടാവും. അവളൊരു വാക്ക് പറഞ്ഞാൽ മതി, അവളോടൊപ്പം ഈ വീട് വിട്ടിറങ്ങാൻ പോലും ഞാനിപ്പോൾ തയ്യാറായിട്ട് തന്നെയാണ് അമ്മേ നിൽക്കുന്നത്. നിനക്ക് നാണുണ്ടോ വൈജയ് ഇതൊക്കെ പറയാനായിട്ട്? നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇത്രയും കാലം ആട്ടിത്തുപ്പിയിട്ട അലീനയല്ല അവള്? നിന്നോടൊരു വാക്കുപോലും മിണ്ടരുതെന്നും ബാലചന്ദ്രൻ പറഞ്ഞപ്പോ അതനുസരിച്ച് നടക്കുന്ന അലീനയാണത്. നീ ആട്ടിത്തുപ്പി ഇടുമ്പോഴും നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു വന്ന അലീനയല്ല അത്. നീ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും. ഇതെന്താവശ്യത്തിനാണമ്മേ ഇപ്പോൾ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന ആള് വന്ന് അലീനയെ കൊണ്ടുപോകുന്നത്? ഇത്രയും നാളുമില്ലാത്ത അവൾക്കൊരു ബന്ധവും ഇനിയും വേണ്ട. അവൾക്ക് അച്ഛനായിട്ട് ബാലചന്ദ്രനും അമ്മയായിട്ട് ഞാനും തന്നെ മതി. അതിനിടയിൽ ഒരാളുടെയും കടന്നുകയറ്റത്തിന് ഞാൻ ഇനി അനുവദിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. അവളെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അവളുടെ അച്ഛൻ ആരാണെന്ന് പറയാനുള്ള അവകാശവും എനിക്ക് തന്നെയാണ്. അത് ബാലചന്ദ്രനാണ്. വൈജയുടെ ആ വാക്കുകൾ കേട്ടിട്ട് മുത്തശ്ശിക്ക് പോലും അതിശയം തോന്നി. മുത്തശ്ശിക്ക് വളരെ സന്തോഷം തോന്നി. മുത്തശ്ശി വൈജയുടെ കൈകൾ പിടിച്ച് തൻ്റെ അരികിലേക്കായിട്ട് ഇരുത്തി. മുത്തശ്ശി വൈജയോട് പറഞ്ഞു, വൈജയ്, നിന്റെ ഈ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രന് ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല വൈജയ് അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. ബാലചന്ദ്രൻ പറഞ്ഞു വിടുന്നതുമല്ല. സ്റ്റാൻലി അറിഞ്ഞു പോയില്ലേ ഇങ്ങനെ ഒരു മകള് അയാൾക്കുണ്ടെന്ന്. അയാൾക്കാണെങ്കിൽ 2 ആൺമക്കളുമാണല്ലോ. അപ്പോൾ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായ സന്തോഷം നിനക്ക് ചിന്തിക്കാവുന്നതാണ്. അതുതന്നെയാണ് ഇവിടെയും പ്രശ്നം. അയാളുടെ 2 ആൺമക്കൾ വരുമ്പോൾ അലീന എന്ന് പറയുന്ന ആ ചേച്ചി വീട്ടിലുണ്ടാവുകയും അവർ 3 പേരും തമ്മിൽ ഒരു സഹോദര ബന്ധം പോലെ
നിലനിന്ന് പോവുകയാണെങ്കിൽ പിന്നീട് അയാൾക്ക് പറയാമെന്ന് അത് നിങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാണെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അലീനയെ കൊണ്ടുപോകുന്നത്. പിന്നെ അലീന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അയാൾക്ക് ഇനി അലീനയെ തിരിച്ചിവിടേക്ക് വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ലെന്ന്. അലീനയോട് അയാൾ പറഞ്ഞു എന്ന്, ഇനി ഒരിക്കലും നിന്നെ ഞാൻ കൈവിട്ട് കളയില്ലെന്ന്. അലീനയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട്. കാരണം അലീനയുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്. ബബിതയും കൃഷ്ണമോളും രോഹിത്തുമാണ് അവളുടെ മനസ്സ് മുഴുവനും. ഇനി പുതിയതായിട്ട് അവൾക്കുള്ള ഈ സഹോദരങ്ങളെയൊന്നും അവൾ ചിന്തിക്കുന്നു പോലുമില്ല. അങ്ങനെ അവരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു മുത്തശ്ശി. അല്ലാതെ അവരുടെ കൂടെയും ഇനി ജീവിച്ച് അവർക്കിടയിലും ഒരു കണ്ണുകടിയാവാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു അവൾ. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ചെയ്യേണ്ട സമയത്തൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഈ കിടക്കുന്ന കിടപ്പിൽ അത് തീരെ സാധിക്കില്ല. അത് തന്നെയാണ് അമ്മേ ഞാനും പറയുന്നത്. എന്തവകാശമുണ്ട് അയാൾക്ക് അവളെ വന്ന് കൊണ്ടുപോകാൻ? ഈ ബാലചന്ദ്രന് ഒരു വാക്ക് പറഞ്ഞൂടെ, അന്ന് പറ്റിപ്പോയൊരു തെറ്റാണെന്ന്? ഇനി അവളെ അങ്ങനെ വിട്ടുതരാൻ ഞാൻ തയ്യാറില്ലെന്ന് ബാലചന്ദ്ര പറഞ്ഞ അത് അവിടെ തീർന്നു. പിന്നെ ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് അത് പറയാതെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നീ അങ്ങ് പറയുന്ന പോലെ ഒന്നുമല്ലല്ലോ വൈജയ് കാര്യങ്ങള്. നിന്നോടുള്ള വാശി തീർക്കാനായാലും ബാലചന്ദ്രൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടല്ലേ സ്റ്റാൻലി എന്ന ആളെ കണ്ടെത്തിയത്. അന്ന് നിന്നോടുള്ള വാശിപ്പുറത്ത് വേണ്ടി തന്നെയാണ് സ്റ്റാൻലിക്ക് കൂടെ അലീനയെ പറഞ്ഞു വിട്ടതും. നിന്റെ കൺമുമ്പിൽ അലീനയെ നിർത്തരുതെന്നുള്ള ബാലചന്ദ്രന്റെ വാശി. പക്ഷെ ഇന്ന് അയാളും അതിലോർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നിരുന്നത്. അയാൾ വീണ്ടും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരു വട്ടം കൂടി വിളിച്ച് സ്റ്റാൻലിയോട് കാര്യങ്ങളൊക്കെ പറയാം, ഇവിടെ നിന്നും നിന്നെ മാറ്റി നിർത്താൻ പറ്റില്ലെന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്യാനാ, അലീന സമ്മതിക്കുന്നില്ല. അലീനയും ബാലചന്ദ്രനും ഒരുപാട് വട്ടം പറഞ്ഞു നോക്കി സ്റ്റാൻലിയോട്. പക്ഷേ സ്റ്റാൻലിയുടെ ആവശ്യങ്ങളൊക്കെ മുൻപിൽ അയാളും നിർത്തി. അയാളുടെ അച്ഛനും അമ്മയും അയാളുടെ മക്കളുടെയൊക്കെ മുമ്പിൽ അലീനയെ അയാൾക്ക് നിർത്തി കൊടുക്കണം പോലും. അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നായി അയാൾക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു എന്നാണ് അലീന പറയുന്നത്. അവളുടെ സ്വഭാവം നിനക്കറിയാലോ, ആരെന്ത് പറഞ്ഞാലും അവളുടെ മനസ്സലിയും. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഇവിടേക്ക് ഈ പറയുന്ന സ്റ്റാൻലിയും അയാളുടെ ഭാര്യയും വരും. ഇവിടെ നിന്നും അവർ ഊട്ടിക്കെന്തോ പോവുകയാണ്. മക്കളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വരാനാണെന്നാണ് അലീന എന്നോട് പറഞ്ഞത്. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല വൈജയ്. നീ പറയുന്ന പോലെ എല്ലാം ഞാൻ കേട്ടു എന്ന് മാത്രം. എനിക്ക് ഒരവകാശവും ഇല്ലല്ലോ അവളോട് പോവരുതെന്ന് പറയാൻ. അതെന്താ അമ്മയ്ക്ക് അവകാശമില്ലാത്തത്? അമ്മയ്ക്കെന്നല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും അവളിൽ ഇപ്പോൾ അവകാശമുണ്ട്. പിന്നെ അമ്മയ്ക്കും പറയാം അവളോട് ഇവിടെ നിന്ന് ഇനി ഒരിക്കലും പോവരുതെന്ന്. ഇതാണ് വീടെന്ന് അവൾക്ക് തന്നെ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അവൾ ഈ വീട്ടിലേക്ക് അമ്മയ്ക്ക് കൂട്ടായിട്ടാണ് വന്നത്. ആ അമ്മയെ ഒറ്റക്കിട്ട് പോവാൻ പാടില്ലെന്ന്. അവൾ പിന്നീടല്ലേ എന്നെ അമ്മയായിട്ടും അച്ഛനായിട്ടൊക്കെ അവൾ അംഗീകരിച്ചത്. അതിനു മുമ്പ് അവൾ മുത്തശ്ശിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന പെൺകുട്ടിയല്ലേ. ആ സ്ഥാനം വെച്ചിട്ടെങ്കിലും അവൾക്ക് പറയായിരുന്നല്ലോ മുത്തശ്ശിയെ വിട്ട് എനിക്ക് വരാൻ കഴിയില്ലെന്ന്. ബാലചന്ദ്രൻ തടുത്താലും ഞാൻ പോയി പറയും അമ്മേ, നാളെ അലീനയെ എവിടെ നിന്നും പറഞ്ഞയക്കരുതെന്ന്. എന്നിട്ട് വരുന്ന ഭൂകമ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങ് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അലീനയുടെയും ബാലചന്ദ്രന്റെയും അരികിലേക്ക് ചെല്ലുകയാണ്. വൈജ ചെല്ലുമ്പോൾ അലീനയും ബാലചന്ദ്രനും എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. വൈജയെ കണ്ടതും ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ അവിടെ തന്നെ നിർത്തിവെച്ചു. വൈജ ബാലചന്ദ്രനോടായി ചോദിച്ചു, ബാലേന്ദ്ര, എന്തിനാണ് നാളെ അലീനയെ ആ സ്റ്റാൻലിക്കൊപ്പം പറഞ്ഞയക്കുന്നത്? ബാലചന്ദ്രൻ ഒന്നും തന്നെ മിണ്ടിയില്ല. വൈജ ഒരിക്കൽ കൂടി ചോദിച്ചു. ബാലചന്ദ്രൻ കേൾക്കാഞ്ഞിട്ടല്ലെന്ന് എനിക്കറിയാം. എന്തിനാണ് അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്? അതിനുള്ള മറുപടിയെങ്കിലും എന്നോട് പറഞ്ഞൂടെ? ഞാനായിട്ട് ആരുടെയും ശല്യത്തിനോ ഒരാളോടും ബുദ്ധിമുട്ടിക്കാനും ഞാൻ വരുന്നില്ല. ഇനി ഞാനാണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാറി തരാനും ഞാൻ തയ്യാറാണ്, ഇന്ന് തന്നെ. പക്ഷേ ബാലചന്ദ്രൻ ആ സ്റ്റാൻലിയെ വിളിച്ച് പറയണം, ഈ നിൽക്കുന്ന അലീനയിൽ അയാൾക്ക് ഒരവകാശവുമില്ലെന്ന്. ഇവളെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ എനിക്കറിയാം അവളുടെ അച്ഛനും ആരാണെന്ന്. അത് ബാലചന്ദ്രൻ തന്നെയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വൈജയുടെ ആ വാക്കുകൾ കേട്ട് ബാലചന്ദ്രന് പോലും അതിശയം തോന്നി. ബാലചന്ദ്രൻ ഒരു നിമിഷം അറിയാതെ അലീനയുടെ മുഖത്തേക്ക് നോക്കിപ്പോയി.
അലീന മുഖം താഴ്ത്തി തന്നെ നിൽക്കുകയായിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നതും ബാലചന്ദ്രൻ കാണുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ വൈജയോടായി പറഞ്ഞു, ഞാൻ ആരോടും പോവാനൊന്നും പറഞ്ഞിട്ടില്ല. ആരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ബാലചന്ദ്രന്? അന്ന് ഈ പറയുന്ന സ്റ്റാൻലിയെ എവിടെ നിന്നോ കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ട് വന്നത് ബാലചന്ദ്രൻ തന്നെയല്ലേ? അതല്ലേ ഇപ്പം ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? ഈ നിൽക്കുന്ന അലീനയോട് ബാലചന്ദ്രൻ ഒന്ന് ചോദിച്ചു നോക്ക്, ഇവിടെ നിന്നും പോകാൻ തയ്യാറാണോ അല്ലയോ എന്ന്. അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് അലീനയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അലീന വൈജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്. എന്നോടാരും ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടില്ല. അലീനയുടെ മറുപടി കേട്ട് തിരിച്ചെന്ത് പറയണമെന്നറിയാതെ സ്തംഭിച്ച് നിന്നുപോയി വൈജയന്തി. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ശുഭരാത്രി.